ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല നാടൻ തേങ്ങ വറുത്തരച്ച ചെമ്മീൻ കറിയാണ്. നമുക്ക് കറിക്കുള്ള അരപ്പ് തയ്യാറാക്കാം. ഇതിനായിട്ട് ഒരു പാൻ എടുത്ത് ചൂടാകുമ്പോൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് ചുറ്റിച്ചെടുക്കാം. ഇതിലേക്ക് അരമുറി തേങ്ങ ചിരവിയതും ഒരു തണ്ട് കറിവേപ്പിലയും 1/2 ടീസ്പൂൺ പെരിഞ്ജീരകവും കുറച്ച് ചുവന്നുള്ളി അരിഞ്ഞതും നമുക്ക് ഇതിലേക്ക് ചേർത്ത് തീ മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം. വറുത്തെടുത്ത തേങ്ങ നല്ല റോസ്റ്റഡ് പരുവമായാൽ ഇതിലേക്ക് നമുക്ക് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇവയെല്ലാം ചേർത്ത് ഇവയുടെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് വറുത്തെടുക്കാം. ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് വേണം നമുക്കിത് വറുത്തെടുക്കാൻ. ഇനി നമുക്കൊരു ചട്ടി എടുത്ത് ഇതിലേക്ക് ക്ലീൻ ചെയ്തെടുത്ത 1/2 കിലോ ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞതും 4 പച്ചമുളക് നടുകീറിയതും ഇനി ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള പുളി പിഴിഞ്ഞ് അരിച്ചെടുത്തതും നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ ഒരു ടേബിൾ സ്പൂൺ ഉപ്പും നമുക്ക് ചേർക്കാം. എല്ലാം ഒന്ന് മിക്സാക്കിയതിന് ശേഷം മൂടി വെച്ച് നമുക്ക് വേവിക്കാം. തീ നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ട് നമുക്ക് വേവിക്കാം. തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുകയും വേണം. ഇനി നമുക്ക് വറുത്തെടുത്ത തേങ്ങ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് അതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് നന്നായി പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കാം. വെന്ത് വന്ന ചെമ്മീനിലേക്ക് നമുക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കിയതിന് ശേഷം അടപ്പ് പകുതി അടച്ച് വെച്ച് വേവിക്കാം. കറി തിളക്കുന്നത് കണ്ടാൽ അടപ്പ് ഇറക്കി വെച്ച് ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ച് ഉപ്പ് നോക്കിയതിന് ശേഷം ഒന്നുകൂടി മൂടി വെക്കാം. മൂടി തുറന്ന് നോക്കിയാൽ നമ്മുടെ കറി നന്നായി വെന്ത് വറ്റി നല്ല അടിപൊളി പരുവമായിട്ടുണ്ട്. നമുക്കിത് ഇറക്കി വെച്ച് താളിക്കാം. പാൻ അടുപ്പിൽ വെച്ച് അത് ചൂടാകുമ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നല്ല ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച് ചുവന്നുള്ളി ഇട്ട് ചേർത്ത് കൊടുക്കാം. ചുവന്നുള്ളിയിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. നല്ല മൂത്ത് മണം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചെമ്മീനിലേക്ക് ഇതിട്ട് നമുക്ക് താളിക്കാം. നമ്മുടെ നാടൻ വറുത്തരച്ച ചെമ്മീൻ കറി ഇവിടെ റെഡിയായി. ഫ്രണ്ട്സ്, നിങ്ങൾ എല്ലാവരും ഇതുണ്ടാക്കി നോക്കണേ. നിങ്ങൾക്കിത് തീർച്ചയായും ഇഷ്ടപ്പെടും.